വളരെ സന്തോഷമുണ്ട്. കാര്യം 10ാം ക്ലാസ്സിലെ കഴിഞ്ഞ ദിവസത്തെ എക്സലൻസ് അവാർഡിൽ ഏകദേശം ഇത്രയും തന്നെ ആളുകൾ എത്തി. 10 ദിവസം പ്രോഗ്രാം എത്രത്തോളം ആളുകൾ എത്തുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കുട്ടികൾ മാത്രമായിരിക്കും, പേരൻസും ഉണ്ടാവുള്ളൂ. എവിടെ എത്തും? കാര്യം സൈലന്റ് ആപ്പിന് സൈലന്റ്സിന്റെ എണ്ണം മാത്രം കുഞ്ഞാൽ ഓടിക്കൊണ്ടൊന്നും വരില്ല. സോറി, ഇതിനകത്തൊന്നും നിറയുന്നതിനൊക്കെ അപ്പുറം ആളുകളുണ്ട്. അപ്പൊ എങ്കിലും ഒരുപാട് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. പ്ലസ് ടു കഴിഞ്ഞ് പല കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തൊക്കെ പോയിട്ടുണ്ട്. എത്ര പേര് വരും വിചാരിച്ചെങ്കിലും ഇപ്പോഴും എന്നിട്ടും സൈലം എന്ന പ്ലാറ്റ്ഫോമിൽ വീണ്ടും പറയുകയാണ്, ഒരു പ്ലാറ്റ്ഫോമിനെ പോലും തേർഡ് പാർട്ടി ഒരാൾ പോലും ഒരു പത്രമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിട്ട് പോലും സൈലം എന്ന ഒരു ടാഗിനെ വെച്ചിട്ട് സൈലം എക്സലൻസ് അവാർഡില് 10,000-കണക്കിന് ആളുകൾ ഇങ്ങനെ വന്ന് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി ആസ് എ ഫൗണ്ടർ ഓഫ് ദിസ് പ്ലാറ്റ്ഫോം. താങ്ക് യു. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ജസ്റ്റ് സൈലം എന്താണെന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഹലോ, വിദ്യാർത്ഥികളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പറ്റും. 12th സ്റ്റാൻഡേർഡ് ആണ്, പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ പല കോഴ്സുകൾ ആഗ്രഹിക്കുന്നത്. പിന്നെ സൈലന്റിന്റെ ക്യാമ്പസിൽ ഇത്രയും ദിവസം കൊണ്ട് എത്തിയ കുറച്ച് കുട്ടികൾ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. കാര്യം സൈലന്റ് ക്യാമ്പസിൽ മാത്രം ഈ വർഷം കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 15,000-ആണ്. ആ കുട്ടികൾക്കും ഈ ഓഡിറ്റോറിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇരിക്കാൻ സ്ഥലമുണ്ടാവില്ല. അത് കുറച്ച് കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി സൈലന്റിന്റെ യൂട്യൂബ് ചാനൽ കണ്ടവരാവാം. ആപ്പില് ഏകദേശം 28,000 കുട്ടികളുണ്ടായിരുന്നു പ്ലസ് ടു ഈ ബാച്ച്. അപ്പൊ അവരെല്ലാവരുമാണ് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ആസ് എ ഫൗണ്ടർ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, കഴിഞ്ഞ ഒരു 3 കൊല്ലം കൊണ്ട് സൈലം എന്ന പ്ലാറ്റ്ഫോം ഇവിടെ ചെയ്ത കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ്? സോ നിങ്ങൾ ഏറ്റവും അഫോർഡബിലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് സൈലം എന്ന പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് ഈ 2.5 വർഷം കൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് സൈലത്തിൽ വന്നത്, ഇനി എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്, 12th കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ ബെനിഫിറ്റ് കിട്ടുക, ഇത് എത്രയുമാണ് ഞാൻ ഈ ഒരു സെഷനിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സോ അഭിമാനം എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങിയെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെയാണ്. ഞാൻ ഒരുപാട് സമയം കളയുകയാണ്. ബിക്കോസ് എന്നെ കുറിച്ച് എനിക്ക് തോന്നുന്നു പ്ലസ് ടു കുട്ടികൾക്ക് കുറേയൊക്കെ അറിയാമായിരിക്കും, കുറേയൊക്കെ കണ്ടിട്ടുണ്ടാവും. 10th സ്റ്റാൻഡേർഡ് ആയിരിക്കും അധികം അറിയാത്തത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയത്. എവരിതിങ് സ്റ്റാർട്ട് ഫ്രം സീറോ. എല്ലാം സീറോയിൽ നിന്നാണ്. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിൽ എന്റെ പോക്കറ്റിൽ എന്താണെന്ന് വെച്ചാൽ 1 രൂപ പോലും ഇല്ലായിരുന്നു എന്ന് പറയാമല്ലോ. സോ 1 രൂപ പോലും ഇല്ലായിരുന്നത് എനിക്ക് എഡ്യൂക്കേഷൻ മാത്രമാണ് കയ്യിലുള്ളത്. അപ്പൊ എഡ്യൂക്കേഷൻ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന നോളജ് കൊണ്ട് നമുക്ക് എവിടെ വരെ എത്താം എന്നുള്ളതാണ് ആക്ച്വലി എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. ആൻഡ് നിങ്ങൾ ആ 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന്റെ ഏറ്റവും ക്രീം ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ്. ഫുൾ A+, 90% above ആൻഡ് ഫുൾ A1 സ്കോർ ചെയ്ത CBSE ആൻഡ് ഏറ്റവും ടോപ്പ് ലെയർ ഓഫ് സ്റ്റുഡൻസ് ആണ്. നിങ്ങളാണ് നാളെ ഓരോ പ്രൊഫഷണൽ കോഴ്സിലേക്കും നോൺ പ്രൊഫഷണൽ കോഴ്സിലേക്കും ഒക്കെ എത്താൻ പോകുന്നത്. മക്കളെ, നിങ്ങളുടെ കയ്യിലുള്ള പവർ എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് നേടിയ വിജയമാണ്. എനിക്ക് പറയാൻ പറ്റും, പ്ലസ് ടു വരെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഇല്ലായിരുന്നു. പക്ഷേ പ്ലസ് ടു ഒരിക്കലും പറയില്ല. 98.25% അന്നത്തെ സ്കോർ എന്ന് പറയുന്നത്. 5 സബ്ജക്ട് ഫുള്ളില്ലാത്തത് ഇംഗ്ലീഷിനായിരുന്നു. സോ എങ്കിലും 5 സബ്ജക്ട് ഫുൾ മാർക്കോട് തന്നെയാണ് ഞാൻ പ്ലസ് ടു പാസ്സായത്. പ്ലസ് 1 പ്ലസ് 2 അത് ഒരു സംഭവം തന്നെയായിരുന്നു. നിങ്ങൾ എല്ലാവരും പഠിച്ച് നല്ല സ്കോറിലേക്ക് എത്തി. ആൻഡ് ഇനി നിങ്ങൾ എത്താൻ പോകുന്ന ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാംസ് ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ പ്രൊഫഷണൽ കോഴ്സ് ആയിരിക്കും, ചില ആൾക്കാർ കൊമേഴ്സിലേക്കായിരിക്കും, ചില ആൾക്കാർ സയൻസിലേക്കായിരിക്കും. ഈ എല്ലാ കോഴ്സിലേക്കുമുള്ള സൈലത്തിന്റെ ഓപ്ഷൻസ് ആൻഡ് സൈലം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ എന്നെ അറിയാത്തവർക്ക് വേണ്ടി സോ ഐ നിങ്ങൾക്കറിയാം MBBS എന്ന ഒരു ഫീൽഡിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എഴുതുന്നത് നീറ്റ് എക്സാം ആണ്. സോ നീറ്റ് എക്സാം 2015 എക്സാമിനേഷനിൽ 91 റാങ്കോട് കൂടി ഈവൻ റൺസ് ആയത് 91 റാങ്കോട് കേരള 91 റാങ്കോട് കൂടിയാണ് ഞാൻ എഴുതിയത്. 91 റാങ്കിലായിരുന്നു വരുന്നത്. സോ മക്കളെ, അതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിതൗട്ട് എ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നും
സ്വപ്നം കണ്ടത് പഠിച്ചു തുടങ്ങിയ ഒരാളല്ല ഞാൻ. എയിംസ് എന്റെ ലൈഫിൽ സ്വപ്നം കണ്ടിട്ടില്ല. ജിപ്മർ എന്താണെന്ന് പോലും അറിയില്ല. സ്വപ്നത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലും ഒരു വൈറ്റ് കോട്ട് നേടണമെന്ന ആഗ്രഹത്തോടുകൂടി മാത്രം പഠിച്ചു തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം ചില ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. അതായത് 8ാം ക്ലാസ് തൊട്ടേ 5ാം ക്ലാസ് തൊട്ടേ ഫൗണ്ടേഷൻ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളുണ്ട്. സ്വപ്നം കണ്ട് നല്ലതാണ് എന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നിങ്ങൾ അനിയനീയന്മാരുണ്ടെങ്കിൽ അവരോട് പറയുന്നത് നേരത്തെ തുടങ്ങാൻ തന്നെയാണ്. അല്ലാതെ എന്നെ പോലെ അവസാനം പഠിക്കണം അല്ലെങ്കിൽ പ്ലസ് 2 കഴിഞ്ഞ് പഠിക്കുന്നത് പ്ലസ് 2 എത്തുമ്പോൾ പഠിക്കണം ഞാൻ ഒരിക്കലും പറയും. പക്ഷേ എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ സ്വപ്നം കണ്ട് തുടങ്ങിയത് പ്ലസ് 2 ക്ലാസ്സിന് ശേഷം പ്ലസ് 2 ഒക്കെ ആയപ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി തുടങ്ങിയത്. സോ പക്ഷേ പ്ലസ് 1 പ്ലസ് 2 നന്നായി പഠിച്ചു. അതോടൊപ്പം എൻട്രൻസ് പഠിച്ചു. 91 റാങ്കിൽ തന്നെയാണ് ഞാൻ ക്വാളിഫൈ ചെയ്തത്. ആൻഡ് വെറും എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ അതാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ പ്ലസ് 1 പ്ലസ് 2 ഞാൻ അനുഭവിച്ചത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമല്ല, സിംഗിൾ യൂണിഫോം ആണ് എന്റെ 1 വീക്ക് എന്ന് പറയുന്നത്. കഴുകുക, അലക്കുക, ഇടുക, ഓരോ സൈക്കിളില് ചവിട്ടിയിട്ട് ആലപ്പുഴ സൈക്കിൾ ഇവിടെ വന്നിട്ടാണ് സൈക്കിൾ ഓടുന്ന ഭയങ്കര വിഷയമായിട്ട് മനസ്സിലാക്കിയത്. ഞാനിട്ട് മൊത്തം കേട്ടവർ ഇവിടെ ആൾക്കാർ സൈക്കിൾ ഉപയോഗിക്കട്ടെ എന്നാണ് ഞാൻ രാവിലെ സൈക്കിളിൽ പോയപ്പോഴേക്ക് മനസ്സിലായത്. പക്ഷെ ആലപ്പുഴ കേട്ടവർക്ക് സൈക്കിളൊക്കെ നന്നായിട്ട് ചവിട്ടാൻ പറ്റും. അങ്ങനെ സൈക്കിൾ ചവിട്ടി തുടങ്ങി പോയതാണ്. അവിടെ നിന്ന് എനിക്ക് MBBS എന്ന വൈറ്റ് കോട്ട് നേടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് പ്രൊഫഷണൽ കോഴ്സ് ആയാലും നിങ്ങൾക്ക് എത്താൻ പറ്റും. പക്ഷെ വേണ്ടത് ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്, ഡെഡിക്കേഷൻ ആണ്. റൈറ്റ്? സോ അത് 100% നിങ്ങൾ ഇടാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന 1 ഇയർ ആണ് നിങ്ങൾ എയിം ചെയ്തെങ്കിൽ ആ 1 ഇയർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഡെഫിനറ്റ്ലി. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും, നീറ്റിന് കൊമേഴ്സിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. ഏത് സ്ട്രീമിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ 1 ഇയർ നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ്സോളം കൊടുക്കണം. കാര്യം എന്നാൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഓരോ മിനിറ്റും നമ്മൾ വിചാരിക്കണം നമ്മളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആളെ പഠിക്കുകയാണ്. അയാളെ പോലെ തന്നെ നമ്മൾ എഫേർട്ട് ഇട്ടാലേ പറ്റുള്ളൂ. എപ്പോഴും ഒരു ഐഡിയൽ ആളെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്യണം. ഒരു ഐഡിയൽ ആളെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിച്ച് അയാളെ പോലെ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യണം. ഓരോ മിനിറ്റും നമ്മുടെ ലൈഫിൽ വേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമുക്ക് ഏറ്റവും വാല്യൂബിൾ ആയിട്ട് ഈ സമയം നാളെ വരില്ല. സോ അങ്ങനെ സമയത്തിനെ യൂട്ടിലൈസ് ചെയ്ത് ടൈം മാനേജ് ചെയ്തിട്ട് എഫേർട്ട് എടുക്കാൻ വേണ്ടിയാണെങ്കിൽ 1 ഇയർ കൊണ്ട് ഞാൻ 91 റാങ്ക് നേടണമെന്ന് വിചാരിച്ചാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചോദിക്കണം ആകെ ആളുള്ളത്. ആ മെഡിക്കൽ കോളേജ് മാത്രമേ ലൈഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ നിങ്ങളിപ്പോ കോഴിക്കോട് വന്നു, പല ആൾക്കാരും ട്രിവാൻഡ്രത്തുനിന്നൊക്കെ. എന്റെ ലൈഫിൽ ഞാൻ എന്റെ MBBSന്റെ ഒരു 3rd ഇയർ വരെ ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം വിട്ട് ഞാൻ പുറത്തേക്ക് എവിടെ ട്രാവൽ ചെയ്തിട്ടില്ല. എന്റെ ലൈഫിൽ ആദ്യമായി ട്രാവൽ ചെയ്യുന്ന ആലപ്പുഴ എനിക്കൊന്ന് എന്റെ MBBSന്റെ ഒരു 3rd ഇയർ ഒക്കെ ആലപ്പുഴ വിട്ട് പോകാൻ ഞാൻ പുറത്തൊന്നും കണ്ടിട്ടില്ല. സോ എന്റെ ലൈഫിൽ ആലപ്പുഴ പുറത്ത് വിട്ടു പോകുന്ന 3rd ഇയർ ഒക്കെ ആകുമ്പോൾ മെഡിക്കൽ കോളേജിൽ സ്ഥലത്ത് പോയപ്പോൾ മാത്രമാണ്. അതുവരെ ഞാൻ ആ ഒരു ആലപ്പുഴ റീജിയൻ മാത്രം കണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മാത്രം സ്വപ്നം കണ്ട് ഈ 91 റാങ്കുമായി ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ആദ്യം അവിടുത്തെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് ചേരാൻ പോയത്. ശരിക്കും ആ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എത്ര വലുതാണെന്നോ അതെന്താണെന്നോ എനിക്കറിയില്ല. എനിക്ക് മെഡിക്കൽ കോളേജിൽ പോയി MBBS കിട്ടുന്ന വൈക്കോട്ട് നിന്ന് ആലപ്പുഴ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ എയിം ചെയ്തതാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സൈലമുണ്ട്, ഇന്ന് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഉണ്ട്. എയിംസ് എന്താണെന്ന് കാണണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് കയറി സൈലം നീറ്റ് എയിംസ് എന്ന് വെച്ചാൽ ഞാൻ സാറിന്റെ എയിംസ് മൊത്തം കവർ ചെയ്ത യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. സോ എയിംസ് എന്താണെന്ന് കാണാൻ ഇന്ന് ഒരു ഒറ്റ ടെക്സ്റ്റ് മതി. യൂട്യൂബിൽ കയറി ഫുൾ ഡീറ്റെയിൽസ് അവിടുത്തെ ഓരോ ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ട് എയിംസ് ഡൽഹി ആ യൂട്യൂബ് ചാനലുണ്ട്. അന്നത് കാണാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. അന്ന് ഫോൺ മേടിക്കുന്നത് എന്റെ 2nd ഇയർ MBBS കാലഘട്ടത്തില്ല. എനിക്ക് ഫോൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. സോ ചേഞ്ച് ആണ് ഞാൻ പറഞ്ഞത്. ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്ന ചെയ്യുന്ന അവസരങ്ങളാണ്. പക്ഷെ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് എങ്ങനെ ഉപയോഗിക്കുന്നു, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എല്ലാവരും ഡെയിലി ഫോൺ ആക്ടിവിറ്റി നോക്കണം. എല്ലാവരും എന്റെ ഫോൺ ആക്ടിവിറ്റി എന്റെ സ്ക്രീൻ ആക്ടിവിറ്റി എനിക്ക് നോക്കിയിട്ട് 12-13 മണിക്കൂറാണ് ഞാൻ നോക്കിയിട്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സ്ക്രീൻ ചെയ്യും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും 10 മണിക്കൂർ വീട്ടിലിരിക്കാൻ പറ്റും. പല കുട്ടികളുടെ ഡെയിലി ഫോൺ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ 13 മണിക്കൂർ 14 മണിക്കൂർ. ആൻഡ് അതിന്റെ സ്പ്രെഡ് അപ്പ് താഴെ ഉണ്ടാവും. ഓക്കെ, ഒരു 3-4 മണിക്കൂറെങ്കിലും വാട്സ്ആപ്പ് ആയിരിക്കും. ഉറപ്പാണ് പേരൻസിന് ഉൾപ്പെടെ ഒരു 4 മണിക്കൂറെങ്കിലും അതിനകത്ത് അല്ലെങ്കിൽ ഒരു 45% വാട്സ്ആപ്പ് ആണ്. കണ്ട സ്റ്റാറ്റസ് വീണ്ടും കാണുക. ഇനി ആരെങ്കിലും സ്റ്റാറ്റസ് ഇട്ടോന്ന് 2 മിനിറ്റ് കൂടുമ്പോൾ നോക്കിയിരിക്കുക. പുതിയ മെസ്സേജുകൾ എന്തെങ്കിലും വന്നോ 10 മിനിറ്റ് കൂടുമ്പോൾ 10 മിനിറ്റ് കിട്ടും. വന്നില്ല സങ്കടം. സോ അങ്ങനെ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് വാട്സ്ആപ്പിലായിരിക്കും. പിന്നെയുള്ളത് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീലിലായിരിക്കും. അത് ഏറ്റവും കൂടുതൽ നോക്കുന്നത് റീലാണ്. സോ യൂട്യൂബ് ആണെങ്കിൽ ഷോർട്സ് ആണ്. അങ്ങനെ നിങ്ങളുടെ ലൈഫിന്റെ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ സമയം ഇതിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ അത് കളഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അത് നിങ്ങളുടെ സേഫ് സോണിൽ എത്തിക്കണം. പേരൻസിന് കളയാം ഒരു പ്രശ്നമില്ല. പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് സെറ്റിലാക്കി അവർക്ക് എല്ലാം നിങ്ങളുടെ ബാക്ക്
സോഷ്യൽ മീഡിയക്കാണ് പോകുന്നതെങ്കിൽ എത്തില്ല. അപ്പൊ നന്നായി യൂട്ടിലൈസ് ചെയ്യുക ഓൺലൈനെ, അങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ചു പോകും. അപ്പൊ എന്റെ ഒരു കാലഘട്ടമല്ല ഇന്ന്. ഓപ്പർച്യൂണിറ്റി ഒരുപാട്. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നുണ്ട്, മറ്റൊരു കാര്യം ചെയ്യുക. മാക്സിമം ഞാൻ പറയുന്നത് 5 കാര്യങ്ങൾ നിങ്ങൾ ഈ വർഷം ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. 3 അച്ചീവ് ചെയ്താൽ സക്സസ് ആണ്. പക്ഷേ ഒന്ന് മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ ചെയ്യുക, മുമ്പോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്. നിങ്ങൾ പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കുക. ഈ കാലഘട്ടം എന്ന് പറഞ്ഞ സ്കില്ലിന് വേണ്ടിയാണ്. ഇതിനപ്പുറത്തേക്ക് സ്കില്ലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറായി വരാൻ പോവാണ്. അതായത് സ്കിൽ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഞാനിപ്പോ എന്റെ ഈ ഒരു സ്ഥാപനത്തിൽ, സൈലന്റ് ഗവൺമെന്റ് സ്ഥാപനത്തിൽ കഴിഞ്ഞ മാസത്തെ പേരോട് നോക്കിയിട്ട് എന്തിനും അറിയില്ല എത്ര ആളുകൾ വർക്ക് ചെയ്യുന്നത്. 2230 പേരാണ് കഴിഞ്ഞ മാസം നോക്കിയപ്പോ പേരോടിലുള്ളത്. 2230 പേരാണ്. 2230 ആളുകൾ ഈ ഓർഗനൈസേഷനിൽ. എല്ലാവരുടെയും പേര് അറിയാവുന്ന ശരിക്കറിയില്ല, സീരിയസ്ലി അറിയില്ല. എനിക്കറിയാവുന്ന 25 പേരോ 30 പേരോ ഞാൻ ഇന്ന് കാണുന്ന ആളുകളുണ്ടാവും. അതിന് താഴെ 100 പേര്. ടീച്ചേഴ്സിനെ എല്ലാവരും എനിക്കറിയാം. പിന്നെ കുറെ ആളുകൾ, പക്ഷെ താഴെ എനിക്ക് അറിയില്ല. പക്ഷെ ഈ 2200 പേരെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു, ഞാൻ ഹയർ ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ HR ഏറ്റവും കീ പൊസിഷൻ HR-ന്റെ ഞാൻ കാണാറുണ്ട്. ഈ ഞാൻ കാണുമ്പോൾ ഞാൻ ഒരിക്കലും ഡിഗ്രി നിങ്ങൾ എവിടെയാ പാസ് ഔട്ട് ആയത് ഞാൻ നോക്കില്ല. ഡിഗ്രിയെ ഞാൻ നോക്കില്ല. പ്രൊഫഷണൽ കോഴ്സിലേക്ക് എത്തുന്നവരാ പറയുന്നത്. ഞാൻ അയാളുടെ സ്കില്ലാണ് നോക്കാറ്. ഞാൻ അയാൾ എത്രത്തോളം ഒരു ഓപ്പറേഷൻ ഒരു പേഴ്സൺ ആണെങ്കിൽ ഞാൻ അയാളുടെ സ്കിൽ, ഞാൻ അയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഞാൻ അയാളുടെ മാനേജ്മെന്റ്, അയാൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, പിന്നെ അയാൾക്ക് ടാസ്കുകളാണ് കൊടുക്കാറ്. എത്രത്തോളം അയാൾ ഒരു നല്ല ടെക്നിക്കൽ ഓഫീസറാണ് ഡിഗ്രി, നിങ്ങൾ എഞ്ചിനീയറിംഗ് വേണ്ടി വരും. അപ്പം അവിടെ നിങ്ങൾ പഠിക്കുന്നത് കോഡിങ്ങിന്റെ ടാസ്ക്, ഫസ്റ്റ് സെക്കൻഡ് ടാസ്ക് കഴിഞ്ഞ ആളുകളെ മാത്രമേ ഇന്റർവ്യൂ നമ്മൾ കാണുള്ളൂ. സ്കിൽ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. അതും നിങ്ങൾ ലൈഫിൽ ഈ പോകാൻ പോകുന്ന വർഷങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുക, പഠനത്തിനപ്പുറത്തേക്ക് അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഏത് ഡിഗ്രിയിലേക്ക് പോകുന്നവരാണെങ്കിലും ആ ഡിഗ്രിയോടൊപ്പം അതിന് സ്കിൽ. ഇപ്പൊ ഡോക്ടർ MBBS കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഒരു 4 വർഷം കൊണ്ട് അവരുടെ ക്ലിനിക്കൽ സ്കിൽ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഡിഗ്രി ചെയ്തിട്ട് കാര്യമില്ല. അയാൾക്ക് കത്തീഡ്രൽ ഇടാൻ അറിയില്ലെങ്കിൽ നമുക്കിത് അടികൊള്ളൂ. സീരിയസ്ലി ബ്ലഡ് ട്രെയിൻ അറിയില്ലെങ്കിൽ അടികൊള്ളൂ. ക്ലിനിക്കൽ സ്കിൽ. അപ്പം അവിടെ സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ ഡിഗ്രിക്ക് അപ്പുറത്തേക്ക് അതും നിങ്ങളുടെ മനസ്സിൽ വെക്കുക. എന്റെ സ്കിൽ ഇപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് മൈ സ്കിൽ. ഇത്രയും ആളുകൾ 10,000 ആളുകൾ എന്നെ കേട്ടിരിക്കുന്നത് ഇറ്റ്സ് മൈ സ്കിൽ. സോ ആ സ്കില്ല് കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഞാൻ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത കാര്യമാണ് ഇതിൽ സംസാരിക്കും. ഒരു പേടിയുമില്ല. ഇതിൽ 1,00,000 പേരായാലും ഞാൻ വിളിക്കും. എന്റെ നെഞ്ചിൽ ഒരു കൂടുതലുണ്ടാവില്ല. എന്റെ നെഞ്ചിൽ 10 പേർക്ക് ഒരേപോലെ ആയിരിക്കും. ആ സ്കില്ലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ആ ടീച്ചിങ് സ്കില്ലാണ്, ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, ആ സ്കില്ലാണ് മുമ്പോട്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഓവർ ദി ഇയേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്കില്ലും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി വർക്ക് ചെയ്യണം. ആ സ്കില്ലാണ് എല്ലാം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തത്. ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറയും. 19-ാം വയസ്സിൽ വീട് വെച്ചു, സ്വന്തമായ ബുള്ളറ്റ് വാങ്ങി, എല്ലാ കാര്യങ്ങളും ചെയ്തു. എപ്പോഴും ഞാൻ പറയുന്നതാണ്, മലയാള മനോരമയിൽ ഒരു പേജ് അന്ന് എന്നെ കവർ ചെയ്ത ഒരു വാർത്തയാണ്. അവിടെ നിന്ന് ഒരു ഫൈനൽ ഇയറിൽ തുടങ്ങിയതാണ്. സ്റ്റുഡിയോയ്ക്കാണ് ഒരു ചെറിയ റൂമിൽ നിന്ന് തുടങ്ങിയതാണ് സൈലം എന്ന പ്ലാറ്റ്ഫോം. ഒരു എന്റെ ബെഡ്റൂം, ആ വീട്ടിനകത്ത് ബെഡ്റൂം പൊളിച്ചിട്ട് സ്റ്റുഡിയോ. ഞാൻ ഏഷ്യാനെറ്റ് ചാനലുകൾ സ്റ്റുഡിയോ എങ്ങനെയാണ് ചെയ്തത് മനസ്സിലാക്കിയിട്ട് എനിക്ക് 6 ലക്ഷം രൂപയാണ് ഈ സ്റ്റുഡിയോയിൽ മുടക്കിയിട്ടുണ്ട്. സ്റ്റുഡിയോ ഇപ്പൊ പഠിക്കുന്ന സ്റ്റുഡിയോ 50,000 60,000 സെറ്റ് ചെയ്യാൻ പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. കടമൊക്കെ മേടിച്ച് ഒരു 6 ലക്ഷം രൂപ പല സ്ഥലങ്ങളിൽ കടം മേടിച്ചിട്ടാണ് ഈ സ്റ്റുഡിയോ ഞാൻ പണിയുന്നത്. സോ കടം മേടിച്ച് തന്നെയാണ് ഈ പ്ലാറ്റ്ഫോം തുടങ്ങിയത്. സീരിയസ്ലി ഒരു 200 സ്ക്വയർ ഫീറ്റ് ഓഫീസാണ്. നിങ്ങൾക്കറിയാം AN സാർ അന്നും അരുണ്ട്. ഞങ്ങൾ ഒരു 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു റൂമിൽ നിന്ന് 200 സ്ക്വയർ ഫീറ്റിൽ നിന്നാണ് ഈ ഒരു സ്ഥാപനം ആലപ്പുഴയിൽ കൈവച്ച് കൊടുക്കുന്ന സ്ഥലത്ത് തുടങ്ങിയിട്ട് ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാലിക്കറ്റ് ടൗണിൽ മാത്രം സൈലത്തിന് ഏകദേശം 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് റെന്റൽ സ്പേസ് ഉണ്ട്. 6 lakh സ്ക്വയർ ഫീറ്റ് റെന്റൽ സ്പേസ്. 200 സ്ക്വയർ ഫീറ്റ് 6 ലക്ഷത്തിൽ ഏറ്റവും കൂടുതൽ റെന്റ് കാലിക്കറ്റ് ടൗണിൽ കൊടുക്കുന്ന ഒരു ഫേം സൈലമായിരിക്കും. ആൻഡ് ദാറ്റ്സ് ഷുവർ ബിക്കോസ് 100 ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. 100 ഹോസ്റ്റൽ ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു അത്രത്തോളം ബിൽഡിങ്സ് കാലിക്കറ്റ് ടൗണിലുണ്ട്. മാനാഞ്ചിറ, മാവൂർ റോഡ്, എത്തിപ്പാലം, ഇവിടെ സൈലം ഫ്യൂച്ചർ. സോ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് തുടങ്ങിയത് 2.5 കൊല്ലം കൊണ്ട് സൈലം ഇങ്ങോട്ട് എത്തി എന്നുള്ളതാണ്. അതുപോലെ തൃശ്ശൂർ ആയിക്കോട്ടെ, കോട്ടയം കുട്ടികളെ, ട്രിവാൻഡ്രം ആയിക്കോട്ടെ. ട്രിവാൻഡ്രത്തിൽ കഴിഞ്ഞ തവണ 300 കുട്ടികളായിരുന്നു, 2,500 കുട്ടികളാണ് എത്താൻ പോകുന്നത്. തൃശ്ശൂർ കഴിഞ്ഞ തവണ 600 കുട്ടികളായിരുന്നു. ഇത്തവണ അത് 1,700 കാര്യം
6000 കുട്ടികളായിരുന്നു തവണ, അത് 4000 കുട്ടികളായിരുന്നു തവണ 6000, തവണ 8000 എത്തിലേക്ക് എത്താൻ പോവുകയാണ്. അങ്ങനെ സ്കെയിലപ്പ് ചെയ്ത് ഞാൻ പറയുന്നത് കുട്ടികൾ ഇവിടെ നിന്ന് തുടങ്ങിയ സ്ഥാപനം ഇവിടേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പ്യൂർലി ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് ഓൾസോ, റൈറ്റ്? അത്രത്തോളം നമ്മൾ എഫേർട്ട് എടുത്ത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ആൻഡ് വെരി ഹാപ്പിലി സ്പീക്കിംഗ്, നിങ്ങൾ അറിയേണ്ട കാര്യം സൈലത്തിന്റെ ഒരു യൂട്യൂബ് ചാനൽ, സൈലന്റ് +2 എന്ന യൂട്യൂബ് ചാനൽ മാത്രമായിരുന്നു ഇതിൽ പലരും കണ്ടിട്ടുണ്ടായിരുന്നു. സൈലത്തിന്റെ +2 യൂട്യൂബ് ചാനൽ എനിക്ക് തോന്നുന്നു 5 ലക്ഷമായ സൈലത്തിന്റെ വൺ ഓഫ് ദി യൂട്യൂബ് ചാനലാണ് സൈലന്റ് +2 യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും ഒക്കെ ഉണ്ട്. ഓപ്പൺ ഇതെല്ലാം പ്ലാൻ ആയിട്ടാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷമാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. 1 വർഷമായിട്ടുള്ളൂ, 2 വർഷത്തോളം ആയിട്ടുണ്ടാവും. ഞാൻ മാധവ് സാർ ഉണ്ടായിരുന്നു, LK സാർ, എല്ലാവരും കൂടെ ഇരുന്നിട്ട് നമുക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന +2 കുട്ടികൾ എക്സാം ഉണ്ട്, അവർക്ക് ക്ലാസ്സിൽ കിട്ടുന്നില്ല, അവർക്ക് എക്സാമിന് വേണ്ടി ക്ലാസ് തുടങ്ങാം, നമുക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യാം, അവരുടെ ഓൺലൈൻ ക്ലാസ് മാത്രമേ കാണുള്ളൂ, അവരുടെ ക്ലാസ് കാണുന്നത് നിങ്ങളുടെ മുമ്പിലത്തെ ബാച്ചാണ്, കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയ ബാച്ച്. അവർക്ക് ക്ലാസ് തുടങ്ങാൻ ഒരു ദിവസം വൈകുന്നേരം വന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ഫസ്റ്റ് വീഡിയോ നേരിടുന്നു, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ വേണ്ടി പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു. എനിക്കൊന്നും 2-3 ദിവസം കൊണ്ട് 30,000 ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നു, വീഡിയോ കയറുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മാരത്തോൺ പ്രവീൺ സാറായിരുന്നു, എനിക്ക് PV സാർ തന്നെയായിരുന്നു ഫസ്റ്റ് മാരത്തോൺ എടുക്കുന്നു. AJ സാർ ഉണ്ടായിരുന്നു, നമുക്ക് ബയോളജി ഇല്ലാതെ മാരത്തോണുകൾ സീരിയസ് ആവുമ്പോൾ 10 days ചലഞ്ച് ആവും, 1 month ചലഞ്ച്, 6 months സീരിയസ് ആവുന്നു. അങ്ങനെയാണ് അത് ഏകദേശം ഒരു 5.5 ലക്ഷം ആവുന്നു. പക്ഷെ ആ ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, ഇന്ന് ഏകദേശം 30 ലക്ഷം പേരുള്ള 36ഓളം യൂട്യൂബ് ചാനലാണ് സൈലത്തിന് ഉള്ളത്. അവിടെ നിന്ന് മലയാളം സ്പീക്കിംഗ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. ഒരിക്കലും വേറെ ലാംഗ്വേജിൽ നമ്മൾ എത്തിയെങ്കിലും ഇത് മലയാളം സ്പീക്കിംഗ് ആയിട്ടുള്ള ഓഡിയൻസ് മാത്രമാണ്. അത്രത്തോളം പേര് ഇറങ്ങിയിട്ടുണ്ട് സൈലത്തിന്റെ ഈ ഒരു 2.5 years, 2.5 വർഷം കൊണ്ട്. ഇതാണെങ്കിൽ അടുത്ത 5 വർഷം നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ സീരിയസ്ലി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒന്നും ആരോടും പറയാൻ ആഗ്രഹിക്കുന്നതല്ല. ബിക്കോസ് എന്നാൽ അതിന്റെ എക്സൈറ്റ്മെന്റ് പോകും. അതെപ്പോഴും സർപ്രൈസ് ആയിട്ട് കീപ്പ് ചെയ്യണം, അതിന് പിന്നാലെ പോകണം, അത് അച്ചീവ് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, ആ വാവ് ഫാക്ടർ എല്ലാവരിലേക്കും എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന